എന്തായി? അവൻ പുറത്തെങ്ങും ഇല്ല മുതലാളി. അകത്തുമില്ല, അതുറപ്പാ. ബാലഭാസ്കരനാണെങ്കിൽ കഥകടച്ച് കിടക്കുകയും ചെയ്തു. എന്നാൽ ഇനി പേടിക്കണ്ട. അവനകത്ത് കയറിയാൽ സ്വീകരിക്കാനുള്ള വിദ്യ എനിക്കറിയാം. മുതലാളി പട്ടികളെ തുറന്നുവിട്. പട്ടികള് പുതിയതാ, നമ്മളോട് തന്നെ ശരിക്കും ഫ്രണ്ട്ഷിപ്പ് ആയിട്ടില്ല. കടിച്ച പ്രശ്നമാവും. പ്രശ്നം ആയിക്കോട്ടെ. സ്വല്പം മൃഗീയമായ രീതിയിൽ തന്നെ മുതലാളി മുൻകരുതലെടുത്തില്ലെങ്കിൽ കൊച്ചു മുതലാളിയെ ചുരുട്ടി കഞ്ചാവാക്കി അവൻ പോയിക്കും. കണ്ണിന് മുമ്പിൽ കണ്ടതാണല്ലോ, എന്നിട്ട് വിശ്വാസമായില്ലേ? ഞാൻ തുറന്നുവിടാം. ഭഗവാനെ, പട്ടികൾ എന്തിനാ കുരയ്ക്കുന്നേ? അതവര് ലോഹ്യം പറയുന്ന, നീ ഉറങ്ങിക്കോ. ലോഹ്യം പറയേ? ഈ സമയത്തൊന്നും ലോഹ്യം പറയാൻ? ഞാൻ രണ്ടിനെ കൂട്ടിലടച്ചാണല്ലോ. എന്നാലേ രണ്ടിനെയും ഞാൻ തുറന്നു വിട്ടു. ആ കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞ കലികാല വിത്ത് ഇനി ഈ വീട്ടിനകത്ത് കയറരുത്, അത്രേ ഉള്ളൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇനി ഇതിനകത്ത് കയറി നോക്കടാന്ന കേശവൻകുട്ടി എന്നെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളിയുടെ ഒറ്റ ശക്തി കൊണ്ടാണ് ഞാൻ ചാടി കയറിപ്പോയത്. സാരമില്ല, നാളെ മുതല് ഈ വഴിക്ക് തന്നെ നീ സ്ഥിരമായിട്ടങ്ങ് കയറിക്കോ. സത്യം പറയാലോ, എനിക്കിതിനകത്ത് ഒറ്റക്കിടക്കാൻ പേടിയാ. ഉറക്കത്തിൽ എണീറ്റെടുക്കുമ്പോ പിടിക്കാൻ ആളുണ്ടാവുമല്ലോ. താഴത്ത് പട്ടികൾ ബഹളം വെക്കുന്നുണ്ടല്ലോ, ആരാധനയെ തുറന്നുവിട്ട്? ആ കൊശവൻകുട്ടിയാ എന്നെ കടിപ്പിക്കാല്ല. എന്നെ ഒരു പട്ടികളും ഒന്നും ചെയ്തില്ല. അവറ്റയ്ക്ക് അവനെക്കാളും തറവാടുത്തോണ്ട്. നിങ്ങൾ ഇങ്ങനെ ഉറക്കം വരാതെ ആദ്യ പിടിച്ചിരിക്കാൻ അവനെന്താ കൊച്ചു കുഞ്ഞോ മറ്റോ വന്നോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു അപകടത്തിലും നമ്മുടെ മോൻ ചെന്ന് പെടില്ല, എനിക്ക് ഉറപ്പാ. ആ ഉറപ്പ് എനിക്ക് വേണ്ട. പെറ്റ തള്ളയ്ക്ക് രണ്ട് കാര്യം അറിയാവൂ. ഒന്ന് മക്കളെ പുന്നാരിക്കാൻ, പിന്നെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നെഞ്ചത്തടിച്ച് കരയാൻ. എന്നാ പെറാത്ത തന്ത അതിനുള്ളതല്ല. അയാൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അവന്റെ സകല കളികളും കുറെ കാലമായി ഞാൻ നോക്കി കാണുന്നു. നീ വിചാരിക്കും ഞാൻ അവന്റെ ശത്രുവാണ്. ശത്രുവല്ല, അച്ഛനാ, അച്ഛൻ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി നീ 3 മാസം ഗുരുവായൂർ ഭജന വരുന്നില്ലേ? കൊട്ടിയൂരും ശ്രീകാകുളത്തും വഴിപാട് നടന്നില്ലേ? കൃഷ്ണാഷ്ടമി ദിവസം നോമ്പ് നോറ്റ് 150 ബ്രാഹ്മണർക്ക് സദ്യ കൊടുത്തില്ലേ? അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അവസാനം ദൈവം തന്ന കുഞ്ഞിക്കാലിന് ശ്രീകൃഷ്ണന്റെ സ്വഭാവം തന്നെ ആയിപ്പോയത്. നമ്മുടെ മോനിപ്പം 150 ഗോപസ്ത്രീകളുടെ നടുവിലാണെന്ന് ആ പൊതുവേ കിട്ടിയ റിപ്പോർട്ട്. ഇക്കണക്കിന് പോയാൽ 16,000 തികയാൻ അധികം കഷ്ടപ്പെടേണ്ടി വരില്ല. ആ കൊച്ചു മുതലാളിക്ക് എന്നു ഓർമ്മിക്കാൻ ഒരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, ഇത് ഞാൻ ട്രീസിക്ക് കൊടുത്ത മാലയല്ലേ? അതെ, കൊടുത്താണെന്ന് വെച്ചെന്താ, നമുക്ക് തിരിച്ചെടുത്തൂടെ? അവൾ അറിയാതെ ഞാനിതിങ്ങി അടിച്ചെടുത്തു. 6 മാസം മുമ്പാ മുതലാളി അവളുടെ ഒരു പിറന്നാൾ കഴിഞ്ഞത്. ഇത്ര പെട്ടെന്ന് വീണ്ടും ഒരു പിറന്നാൾ വരാൻ അവളെന്താ 6-ാം മാസത്തിലാ ജനിച്ചത്? സാരമില്ലടാ, നാളെ ശാന്തിയുടെ ബർത്ത്ഡേ അവക്കൂടെ കണ്ണ്. ഇനി ഒന്നും നോക്കാനില്ല. അവന്റെ കല്യാണം വേഗം നടത്തണം, അതേ ഉള്ളൂ ഒരു രക്ഷ. ഒരു പെണ്ണ് വന്നാൽ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയുണ്ടാകും. അതിന് പെണ്ണ് വേണ്ടേ? വേണം, നല്ല ധൈര്യമുള്ളൊരു പെണ്ണിനെ വേണം. വേണ്ടി വന്നാൽ 2 എണ്ണം ചെകിട്ടത്ത് പൊട്ടിക്കാൻ മടിക്കാത്തൊരു കുട്ടിയായിരിക്കും. നീ അവനെ തല്ലിയിട്ടില്ല, ഞാനും തല്ലിയിട്ടില്ല. ഇനി ഭാര്യയെങ്കിലും 2 എണ്ണം കൊടുത്തില്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും അച്ചടക്കം ഉണ്ടാവില്ല. കിടന്നോ. പന്നി കാല് ഞാൻ കട്ടിലിനോട് ചേർത്ത് മുറുക്കി കെട്ടി വെച്ചിട്ടുണ്ട്. എനിക്കിനി ഒരു ജോലി ഇവിടെ ബാക്കിയുണ്ട്. ആ പട്ടികളെ തുറന്നു വിട്ടതിന് കേശവൻ കുട്ടിക്ക് ഒരു കടി കൊടുക്കണം. ഞാൻ ആ കടിയും കൊടുത്തിട്ട് അതുവഴി വീട്ടിൽ പോകും. നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. കേശവൻകുട്ടി, എന്റെ കേശവൻകുട്ടി, നീ എന്തൊരു ഉറക്കാടാ കഴുതേ ഉറങ്ങുന്നേ? ആ കുഞ്ഞുണ്ണി ഒരു പെണ്ണിനെയും കൂട്ടി വന്ന് കൊച്ചുമകളിയുടെ മുറിയിൽ പുറത്തേക്ക് ചാടി. ഇപ്പൊ ചാടി, വേഗം ചെന്നാ പിടിക്കാം. പട്ടികൾ പുതിയതാ, നമ്മളോട് തന്നെ ശരിക്കും ഫ്രണ്ട്ഷിപ്പ് ആയിട്ടില്ല. പട്ടി ഞാനീ വീട്ടിലെ കുട്ടിയെ, കേശവൻ കുട്ടി. ചായ. കാർ എന്ത് ഇതുവരെ കഴുകാത്തെ? ആ കേശവൻ കുട്ടിയോടെ? അവൻ പട്ടിക്കൂട്ടിലുണ്ട്, നല്ല ഉറക്ക. എന്ത്? പട്ടികൾ പുറത്തുണ്ട്, അവറ്റേ നല്ല ഉറക്ക. താങ്ക്സ് ചേട്ടാ. നീ എപ്പോഴാണ് ഇറങ്ങിപ്പോയത്? ഓർമ്മയില്ല. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ പറഞ്ഞ കാര്യം ഉടനെ നടത്തണം.
ഏത് കാര്യമ്മേ? നിന്റെ കല്യാണ കാര്യം. നിനക്ക് ഉടനെ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണമെന്ന് അച്ഛൻ പറയുന്നേ. എന്നാ പിന്നെ ഇന്ന് തന്നെ നോക്കാൻ പറയാമേ. കൂടെ കിടക്കാൻ ഒരാളുണ്ടായ രാവിലെ എണീറ്റ് പോകുമ്പോ എന്നെ ഒന്ന് പിടിച്ചു വെക്കുമല്ലോ. എന്നാ പെണ്ണ് കാണാൻ പോകാൻ അവനോട് റെഡിയായിക്കൊള്ളാൻ പറ. ആ. സദാശിവം ബ്രോക്കറേയും കൊണ്ടിങ്ങെത്തും. അതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടികൾ. ഒന്ന് ചാരുലത, ഒന്ന് സോമലത. കണ്ടാ ലത മാതിരി തോന്നുന്നില്ല, തേക്ക് മാതിരി ഉണ്ട്. ഏയ്, രണ്ടും വളരെ സോഫ്റ്റാ. ഇതൊക്കെ വണ്ണം കുറയ്ക്കാനുള്ള കെട്ടിക്കാഴ്ചയാ. ചാരുലതയ്ക്ക് 20, സോമലതയ്ക്ക് 30. അതുകൂടാതെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും. കൈമള് മുതലാളിക്ക് പറ്റിയ തറവാട്ടുകാരാ. വണ്ണം അല്പം കുറഞ്ഞാൽ രണ്ടിനെയും കെട്ടിച്ചു വിടണമെന്നാ അവരുടെ പാരന്റ്സ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആരെ പിടിച്ചോന്ന് പറ, നമുക്ക് ഉടനെ ആലോചിക്കാം. മിണ്ടിപ്പോകരുത്. വാടോ. ഇതിൽ ഇത്ര ദേഷ്യം പിടിക്കാൻ എന്താ ഉള്ളത്? ബാലഭാസ്കരൻ കുഞ്ഞിനെ നമ്മുടെ സമുദായത്തിൽ നിന്ന് നല്ല ചുണയുള്ള പെൺകുട്ടി വേണമെന്നല്ലേ മുതലാളി പറഞ്ഞത്? ഇത്രയും ചുണയുള്ള പെൺകുട്ടി ഇന്ത്യയിൽ ഇനി വേറെ കാണില്ല. എടോ, അവനൊരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്നേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. ഓ. ഇത്തരമാതിരി ദുർഘട പരിഹാര പാഠശാല പോലെ 2 പെണ്ണുങ്ങള്. ഹോ, ഇവനെ എടുത്ത പെണ്ണുങ്ങളുടെ നടുക്കം കൊണ്ട് വയ്ക്കുക. ഒരു ഒറ്റ ഇടിക്ക് ചമ്മന്തിയാകണം. വേണമെങ്കിൽ നീ നിന്നോ, ഉടലോടെ സ്വർഗത്തെത്താം. എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല. ഇയാൾക്ക് നിങ്ങളുടെ കൂടെ ഇതൊക്കെ ഒന്ന് പഠിക്കണോ? മുതലാളി, രക്ഷിക്കണേ, അയ്യോ. എന്റെ കൈമള് കൊടയും എടുത്ത് ചാടി പുറപ്പെട്ടപ്പോ തന്നെ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെ വരുമെന്ന്. അളിയന്റെ ഓരോ വാശികാരനാ. നല്ല ചുണ വേണം, ധൈര്യം വേണം, ഒരു പട്ടാളക്കാരിയെ പോലെ അവനെ വരച്ചവരെ നിർത്തണം എന്നൊക്കെ ബ്രോക്കറോട് പറഞ്ഞ് അവൻ പിന്നെ അവിടെ പോവാനാ? അവനായതുകൊണ്ട് ജിംനേഷ്യത്തിൽ പോയി. ഞാനായിരുന്നെങ്കിൽ വല്ല സർക്കസ് ക്യാബിനും പോയനെ. ആ അല്ല, പെങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? ഏടത്തി ആ ഗുസ്തിക്കാരികളുടെ കാര്യം കേട്ട തരിപ്പില. ഒന്നും ചോദിക്കണ്ട. നാത്തൂനെ, ഞാൻ ഒരു പെൺകുട്ടിയെ പറയാം, അതൊന്ന് ആലോചിച്ചാലോ? ആലോചിക്കാം. മോനെ, മോനെ, എടാ, നീ ഒന്ന് വേഗം എഴുന്നേറ്റ് കുളിച്ച് റെഡിയാക്കി നമുക്ക് ഒരിടം വരെ പോകാം. എവിടേക്ക്? എവിടേക്കാ എന്താന്നൊക്കെ പിന്നീട് പറയാം. കേട്ടപ്പോ അമ്മയ്ക്ക് അങ്ങ് ഇഷ്ടായി. നിനക്കും ഇഷ്ടപ്പെടും. ഇത് നടക്കുമെന്നാ എനിക്ക് തോന്നുന്നേ. ഒറ്റയ്ക്ക് കിടന്നിട്ടും ഇന്നെങ്കിലും നീ തലവേണ എടുത്ത് നേരം വെളുത്തപ്പോ പുറത്തേക്ക് പോയില്ലല്ലോ. അത് തന്നെ നല്ല ലക്ഷണമാ. ഈ കല്യാണം നടക്കും. ആരാടാ അത്? കുഞ്ഞുണ്ണി. അവനുണ്ടായതുകൊണ്ടാ എഴുന്നേറ്റ് കിടക്കാൻ പോയി ഞാൻ തിരിച്ചു വന്ന് കിടന്നത്. അമ്മ ക്ഷമിക്കണം. എത്രയും പെട്ടെന്ന് അമ്മ കൊച്ചുമുതലാളി പിടിച്ചൊരു പെണ്ണ് കെട്ടിക്കണം. എന്നിട്ട് അവരോട് രാവിലെ 5 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് കൊച്ചുമുതലാളി മുറുക്കി പിടിക്കാൻ പറയണം. ആദ്യത്തെ ഓട്ടം 5:10 അത് ചുമരിലിടിച്ചു വീണാൽ അടുത്ത ഓട്ടം 5:55 ശനിയാഴ്ച മാത്രം അത് 6:30 എവിടെന്നാ അമ്മേ ഇപ്പൊ വന്ന ആലോചന? എനിക്കറിയില്ല എന്റെ കുഞ്ഞുണ്ണിയെ. ഇവിടെ നിന്നും ഇവന് പെണ്ണാലോചിച്ചാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് പുറംകടലിൽ നിന്നെങ്ങാണ്ട് പിടിച്ചോണ്ട് വരണം എന്നൊക്കെയാ എല്ലാരും പറയുന്നത്. അപ്പൊ പിന്നെ വല്ല സ്രാവും ആവും. എന്താ അമ്മേ പെണ്ണിന്റെ പേര്? ചന്ദ്രിക. ആ, ഇളയെടുത്ത് ചന്ദ്രശേഖര കൈമളുടെ ഒരേ ഒരു കുട്ടി ചന്ദ്രിക. ഡിഗ്രിക്ക് ഗോൾഡ് മെഡൽ വാങ്ങിയ കുട്ടിയാത്രേ. അങ്ങനെ വല്ല കുട്ടികളെ നീ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടോ മോനെ? ഏയ്, ഇവനെ പറ്റി ആളുകൾ ഓരോന്ന് പറയുന്നൊക്കെ നേരെയാണോ കുഞ്ഞുണ്ണിയെ? ആ ഞാനും കേട്ടു. കൊച്ചുമുതലാളിക്ക് അങ്ങനെ ഒരു ചീത്തപ്പേര് എന്റെ അറിവിലില്ല. അത് തന്നെയാ ഞാനും പറയുന്നത്. എന്റെ കുട്ടിയോട് എല്ലാവർക്കും അസൂയ. മോൻ കുളിച്ച് വേഗം റെഡിയാവും. നമുക്ക് ആ ചന്ദ്രിയെ പോയി കാണാം. ഏതാടാ ഈ ചന്ദ്രിക? നമ്മുടെ ലിസ്റ്റിൽ ആ പേരിലൊന്നില്ല. താ തേയ് തേയ് താം ദി തേയ് തേയ് താം. വരണം വരണം. നമസ്കാരം. 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 തത്തിന്നം തകധിന്നം തോം ഭിന്നം നം ഭിന്നം. നിന്റെ തുള്ളിക്കളി മതിയാക്ക്. അവരിങ്ങെത്തി. ദേ കുട്ടികളെ, ഇന്നത്തെ തുള്ളിക്കളി മതി. എല്ലാവരും ബഹളം ഉണ്ടാക്കാതെ മുൻവശത്തോടെ പോണം. അവിടെ കുറെ വലിയ ആൾക്കാർ വന്ന് ഇരിപ്പുണ്ട്. ആരാ ടീച്ചറെ അത്? അമ്മ പറഞ്ഞില്ലേ, അത് തന്നെ. വലിയൊരു പണക്കാരന്റെ അതിലും വലിയൊരു മോൻ. പേര് ബാലഭാസ്കരൻ. എന്നെ പെണ്ണ് കാണാൻ വന്നതാ. ഇതിലെന്തത്ര ചിരിക്കാനുള്ളത്? എന്റെ സകല മൂടും പോയി. അവരെന്തിനാ അമ്മ ഇത്ര രാവിലെ തന്നെ വീടും കുലുക്കി ഇങ്ങോട്ട് വന്നത്? ഉച്ചയ്ക്ക് ശേഷം വന്നിരുന്നെങ്കിൽ ഈ ക്ലാസ്സും കഴിഞ്ഞ് ഞാൻ ഫ്രീ ആവൂലേ? അയാൾക്ക് ടീച്ചറെ കിട്ടാൻ ഹൃദയമായിട്ടുണ്ടാവും.